നൂറെ ഹബീബിന്റെ ഒരു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാത്ത്. നൂറെ ഹബീബിന് മുത്തുമണികളെ റാഹത്തല്ലേ? അള്ളാഹ് റാഹത്ത് സന്തോഷം അള്ളാഹു നൽകട്ടെ. ഇൻഷാ അള്ളാഹ് ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട്. അതില് ഏറ്റവും വലിയൊരു നന്മയിലേക്കാണ് ഇപ്പോ നൂറെ ഹബീബ് മുത്തുമണികളെ കാലെടുത്ത് വെക്കുന്നത്. ഇൻഷാ അള്ളാഹ് ഇപ്പൊ ഇവരോടൊക്കെ ഞാൻ അഭിപ്രായങ്ങൾ ചോദിച്ചു. അപ്പൊ ഈ മക്കളെ ഇഫലിന്റെ കാര്യം ആയതുകൊണ്ട് അല്ലേ അതൊക്കെ വളരെ ആക്റ്റീവാണ്. കാരണം കുറച്ച് കുട്ടികളെ അപ്പൊ നമ്മള് നൂറെ ഹബീബിനെ മുത്തുമണികളെ പഠിപ്പിക്കാൻ റിഫുൽ കോളേജ് ഇൻഷാ അല്ലാഹ് അതിലെ സംരംഭത്തിലാണ്. അപ്പൊ അതിന് നമ്മള് വിലക്ക് വാങ്ങിയ സ്ഥലം ബിൽഡിംഗൊക്കെ നിങ്ങളെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പൊ ഇൻഷാ അല്ലാഹ് അതിൽ നമുക്ക് പെൺകുട്ടികൾ ആൺകുട്ടികളെയും പോലെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഭാവിയിൽ പിന്നെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു തരികയാണ്. നമ്മൾ വെറുതെ നൂറെ ഹബീബിന്റെ സ്ഥലമാണ് ഇത്. ഉമ്മാക്കും പാപ്പാന്റെ പേരില് റിഫുൽ നടത്താൻ വേണ്ടി മുമ്പ് നിശ്ചയിച്ച് തീരുമാനിച്ചു. പിന്നെ നമ്മളതിന് ചില സാങ്കേതിക കാരണങ്ങളൊക്കെ പിന്മാറിയതാണ്. ഇൻഷാ അല്ലാഹ് ഇപ്പോ നമ്മള് വീണ്ടും ഇൻഷാ അല്ലാഹ് അള്ളാന്റെ കലാണ്. കാരണം ഞാൻ ഇത് പിന്നെ വാപ്പാന്റെ മണിപ്പേര് നടത്താൻ വേണ്ടി വാങ്ങിയത്. ഇതിൽ ട്രസ്റ്റിന്റെ പൈസ ഒന്നും ഇല്ല കേട്ടോ, വാങ്ങിയിട്ടൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് അപ്പൊ ഇതില് നമ്മള് പിന്നെ ഇവരൊക്കെ സമ്മതത്തോടു കൂടി ഇൻഷാ അല്ലാഹ് നല്ല റിഫുൽ കോളേജ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തുടങ്ങാൻ വേണ്ടി അപ്പൊ സ്ഥലം കാണിക്കാം എന്നുള്ള ധൈര്യത്തോടു കൂടിയാണ് ഇപ്പൊ വന്നത്. അപ്പൊ ഇതിന്റെ എൻട്രൻസിൽ നമ്മള് നടന്നു വന്ന വഴികളാണ്. പിന്നെ ഇതാണിപ്പോ നമ്മളെ എന്റെ വലിയൊരു ആഗ്രഹമാണ് രണ്ട് കാര്യങ്ങൾ. ഒന്ന് റിഫുൽ കോളേജും, രണ്ടാമത് എത്തിയ മക്കള് നൂറെ ഹബീബിന് കുറെ പാവങ്ങളുണ്ട്, ഓലെ കൊടുന്ന് താമസിപ്പിക്കാൻ ആഗ്രഹമാണ്. പക്ഷെ ഞാൻ ഭാവിയിൽ എന്ത് ചെയ്യും അത് നമ്മള് കുട്ടികൾ കളിക്കാൻ ആധുനിക സൗകര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ അവർക്ക് കളിക്കേണ്ട രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ചെയ്ത് കൊടുക്കും. ഇത് നമുക്ക് 2 ഏക്കറിന്റെ അടുത്തുണ്ട് ഇത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാൻ മാസത്തിലെ അവസാനത്തെ 10ലാണ് നമ്മളുള്ളത്. പരിശുദ്ധമായ ഖുർആനിന്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതമായ മാസം, ലൈലത്തുൽ ഖദ്ർ കൊണ്ട് അനുഗ്രഹീതമായ 10. ഇപ്പോഴാണ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ പരിശുദ്ധമായ ഖുർആൻ പഠിക്കാനുള്ള ഒരു സ്ഥാപനം തങ്ങളുടെ കീഴിലായി ഇവിടെ തുടങ്ങുന്ന കാര്യം ചർച്ച ചെയ്യുന്ന ആ ഒരു സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇൻഷാ അല്ലാഹ് ഇവിടെ വളരെ വിശാലമായ ഒരു സ്ഥലമാണ്. വാഹനങ്ങൾ പോകുന്ന പ്രശ്നങ്ങളോ അതുപോലെ തന്നെ മറ്റുള്ള തൊട്ടടുത്ത് വീടുകളുടെ പ്രശ്നങ്ങളോ ഒച്ചയും ബഹളോ ഒന്നുമില്ലാത്ത വിശാലമായി സന്തോഷത്തോടു കൂടെ കുട്ടികൾക്ക് ഖുർആൻ പഠിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ്. ഇൻഷാ അല്ലാഹ് ഇവിടെ കുട്ടികൾക്ക് ക്യാൻറ്റീൻ സൗകര്യം, അതുപോലെ തന്നെ അവർക്ക് പഠിക്കാനുള്ള സൗകര്യം, അതുപോലെ തന്നെ അവർക്ക് കളിക്കാനുള്ള വിശാലമായ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് പാവപ്പെട്ട തങ്ങളുടെ അടുക്കൽ വരുന്ന പ്രിയപ്പെട്ട മക്കളെ, ഉമ്മമാരുടെ മക്കളെ, സഹോദരങ്ങളുടെ മക്കളെ ഇൻഷാ അല്ലാഹ് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് പിന്നെ അടുത്ത അധ്യയന വർഷം മുതൽ തന്നെ ഇവിടെ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇത് അഡ്മിഷന്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ എത്ര കുട്ടികളെയാണ് പിന്നെ ഇവിടെ സ്ഥാപനത്തിലേക്ക് എടുക്കുന്നത് എന്നതിനെ കുറിച്ച്, അതുപോലെ തന്നെ ഏത് സ്കൂളിലും മദ്രസയിലൊക്കെ ഏത് പ്രായം കഴിഞ്ഞ കുട്ടികളെയാണ് എടുക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായി ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയതിന്റെ ശേഷം തങ്ങളവറുകൾ പറയും. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കുട്ടികളെ വളരെ സന്തോഷത്തോടുകൂടെ ആധുനിക സൗകര്യത്തോടുകൂടെ ഉണ്ടാക്കിയ ഒരു സ്ഥാപനത്തിൽ പഠിപ്പിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പാവപ്പെട്ട ആളുകൾ, സമ്പത്തില്ല എന്നതിന്റെ പേരിൽ അങ്ങനത്തെ ഒരു സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കാതിരിക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് അത്തരം കുട്ടികളെ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ എല്ലാ സാമ്പത്തിക ഇതും ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് പിന്നെ ഭൗതിക പഠനം ഖുർആൻ ഹിഫ്ളാക്കുന്നതോടൊപ്പം സ്കൂൾ പഠനവും സാധ്യമാവുന്ന രൂപത്തിലാണ് ഇവിടെ സജ്ജീകരിക്കാൻ പോകുന്നത്. എല്ലാ ആളുകളും പ്രാർത്ഥനയോടെ കൂടെ ഉണ്ടാകണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്ഥാപനം തുടങ്ങാൻ പോകുന്നത് ഇതൊന്നും നമ്മൾ താമസിക്കാൻ
നമ്മൾ ആരംഭിക്കും. അപ്പൊ അതിന്റെ കാര്യങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ചെയ്ത് ഫൈനൽ അതിന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് ഭൂമിക്ക് കാര്യങ്ങളൊക്കെ അറിയിക്കും. എന്നിട്ട് എങ്ങനെ വന്നിട്ട് ബാത്റൂം ഒരാളെ പിടിച്ചിട്ടല്ല കേട്ടോ. അള്ളാഹു നമുക്ക് തരുന്ന ഞാമത്തിൽ നിന്ന് നമ്മൾ അമ്മാന്റെയും വാപ്പന്റെയും പേരിലാണ് സ്ഥാപനം അറിയപ്പെടാം. പക്ഷെ നൂറെ ഹാബിന്റെ മുത്തുമണികൾ അതാണ് ധൈര്യം, അതാണ് വിജയിപ്പിക്കട്ടെ. മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുകൊണ്ട് നിങ്ങൾ സ്ഥലമായിട്ട് എല്ലാം നമ്മൾ കറക്റ്റ് കരുതിക്കൂടിയുള്ള പ്ലാനുകളാണ്. ഇത് സ്ഥലമായിട്ട് പ്രധാനപ്പെട്ട കാര്യം പറയാൻ തരുമോ? ഇവിടെയൊക്കെ നമ്മൾ ചെറിയ ബിൽഡിങ്ങുകളൊക്കെ വരും മക്കൾക്കല്ല. അപ്പൊ നമ്മൾ എല്ലാത്തിലും വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഈ വർഷം തന്നെ അധ്യയനം തുടങ്ങുകയാണ്. എന്തരേ നമ്മൾ ഈ വർഷം തന്നെ നമ്മൾ തുടങ്ങുകയാണ് എല്ലാ സൗകര്യം വെച്ചിട്ട്. പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മൾ ഫീസ് വാങ്ങണില്ല. അതൊക്കെ നൂറ് ഹബീബിനെ മുത്തുമണികൾ തന്നെ എന്ത് ചെയ്യും, അതിന് ഓലെന്നെ ചെയ്യും. ഒരുപാട് ഇപ്പോൾ പൈസ വരുമ്പോൾ ഞാൻ വാങ്ങലില്ല. അപ്പൊ നമുക്കൊരു സ്ഥാപനം ഉണ്ടാകുമ്പോ ഓലെന്നെ എന്ത് ചെയ്തോട്ടെ ചെയ്തോട്ടെ. അപ്പൊ ഫീസൊന്നും ഇവിടെ ഉണ്ടാവില്ല. നമ്മളോട് പരിശോധിച്ച സമയത്ത് കുട്ടികൾക്ക് താമസിക്കാനുള്ള സൗകര്യം നല്ല ഉഷാറായിട്ട് ഇവിടെ ഉണ്ട്. ക്യാൻറ്റീൻ സൗകര്യം ഉണ്ട്. അവരുടെ അധ്യാപകർക്ക് താമസിക്കാനുള്ള സൗകര്യം ഉണ്ട്. ഓഫീസ് സംവിധാനം ഉണ്ട്. ബാത്റൂമിന്റെ സൗകര്യം ഉണ്ട്. കുട്ടികൾക്ക് വിശാലമായിട്ട് കളിക്കാനുള്ള സംവിധാനം ഉണ്ട്. ചുറ്റുഭാഗത്ത് വീടുകളോ മറ്റു സ്ഥാപനങ്ങളോ റോഡുകളോ വണ്ടിയുടെ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. ഇങ്ങനത്തെ ഒരു ഏരിയയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എല്ലാ ആളുകളും തെരഞ്ഞെടുക്കല്. അപ്പൊ അതൊക്കെ ക്ലിയർ ആണ്. ഇനി നമുക്ക് ഇവിടെ ചെറിയൊരു ബിൽഡിങ്ങിന്റെ ആവശ്യം വരും. ഒരുമിച്ച് ഇരുന്ന് പിന്നെ ഓതാനില്ലേ ഒരു വിശാലമായ വിട്ടിട്ട് ഹോസ്റ്റലിന്റെ അവിടുന്നും ക്യാൻറ്റീനിന്റെ അവിടുന്നൊക്കെ വിട്ട് പോലും ഒറ്റയ്ക്ക് ഇരുന്ന് ഓതാനുള്ള ഒരു സംവിധാനം മാത്രമാണ്. അത് ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് അതിന്റെ കിട്ടാത്ത അറിവ് നമ്മളെ മക്കൾക്ക് കിട്ടട്ടെ. ഞാൻ ഖുർആൻ ഓതാൻ അറിയില്ല, അതിന് പ്രായശ്ചിത്തമായിട്ട് ഒരുപാട് മക്കൾക്ക് നമുക്ക് വന്ന അവസ്ഥ ഇന്ന പല ആളുകൾ തെറി പറയുന്നുണ്ടല്ലോ, അത് മറ്റുള്ള മക്കൾക്ക് എന്ത് ചെയ്യാൻ കേൾക്കാൻ വരുന്നത് കേൾക്കേണ്ട അവസ്ഥ വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഏറെ സന്തോഷമുള്ള ഒരു കാര്യം അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ സീദ് ഹാമിദ് ആറ്റിക്കോയ തങ്ങളുടെ മേലേക്കോട് അവരുടെ നേതൃത്വത്തിൽ സാധാരണക്കാരായ നമ്മുടെ പ്രിയപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു ഖുർആൻ ഹിഫ്ള് കോളേജ് അദ്ദേഹം ആരംഭിക്കുന്നു എന്നറിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. കേരളത്തിലെ അകത്തും പുറത്തും ഒട്ടേറെ ദീനീ സ്ഥാപനങ്ങൾക്ക് വേണ്ടി അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായും മറ്റെല്ലാ നിലയിലും ഏറെ സപ്പോർട്ട് ചെയ്യുന്ന ബഹുമാനപ്പെട്ട തങ്ങൾ തന്നെ ഈ ഒരു മേഖലയിൽ പ്രത്യേകിച്ച് നമ്മുടെ ദീനീ രംഗത്ത് മരണപ്പെട്ടു പോയ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ സ്മരണാർത്ഥം ഒരു ഹിഫ്ള് കോളേജ് തുടങ്ങുന്നു എന്നുള്ളത് നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട പെൺകുട്ടികൾക്ക് ദീനീ പഠനത്തോടൊപ്പം തന്നെ തീർച്ചയായിട്ടും ഭൗതിക വിദ്യാഭ്യാസം സമന്വയിപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഖുർആൻ ഹിഫ്ള് കോളേജ് എന്ന രീതിയിൽ അദ്ദേഹം ഒരു സ്ഥാപനം ആരംഭിക്കുന്നു എന്നറിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. വളരെ വിശാലമായിട്ടുള്ള ഒരു ക്യാമ്പസ് അതിനുവേണ്ടി ഒരുങ്ങുകയാണ്. തീർച്ചയായിട്ടും ഈ പ്രദേശത്തെ ദീനീ രംഗത്ത് അത് വലിയൊരു മുന്നേറ്റമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ പരിസരത്ത് നമ്മുടെ പഞ്ചായത്തുകളിൽ നിന്നും അതുപോലെ തന്നെ വനിതാ വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് തീർച്ചയായിട്ടും വലിയ സ്ഥാപനങ്ങളോ സംരംഭങ്ങളോ ഒന്നും തീർച്ചയായിട്ടും ഇല്ല. ആ അർത്ഥത്തിൽ നമ്മുടെ സ്ത്രീ ശാക്തീകരണത്തിന് അതോടൊപ്പം തന്നെ ദീനീ ദേവത്തിന് കൂടിയുള്ള ഒരു മഹൽ സംരംഭമായി ഇത് മാറും എന്നുള്ള ഒരു തികഞ്ഞ പ്രതീക്ഷയാണ് തീർച്ചയായിട്ടും ഉള്ളത്. അങ്ങനെ ആവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതിന് നമുക്ക് നമ്മുടെ പ്രസിഡന്റാണ്, നമ്മൾ പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. കാരണം നമ്മളൊക്കെ വിളിച്ചപ്പോ കൂടി സ്ഥലം കണ്ടോ നിങ്ങള്? കണ്ടോ എങ്ങനെയുണ്ട്? പാത്തല്ലേ? അത് നൂറെ ഹബീബിന്റെ പേരില്ല. നമ്മളെ മക്കളെ